അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന RRB MLT നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, വാക്കൻസി വന്നിരിക്കുകയാണ് 2026. അപ്പോൾ നമുക്ക് DMLT ആണ് ക്വാളിഫിക്കേഷൻ. റൂഡ് വാക്കൻസി വരുന്നത് 31 ആണ്. ഓക്കെ, ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു എജൂസ് ഇന്റർനാഷണൽ അക്കാദമി. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലെ ഒരു ഗവൺമെന്റ് ജോലി എന്നുള്ളത്. കാരണം നമ്മുടെ ഭാവി സെക്യൂർ ആക്കാൻ വേണ്ടി അല്ലെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന RRB MLT നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്, വാക്കൻസി വന്നിരിക്കുകയാണ് 2026. കാരണം നമ്മളൊരു ഫ്യൂച്ചർ റൈറ്റ് ട്രാക്കിലാണോ എന്ന് നമ്മൾ ഉറപ്പാക്കണം അല്ലെ. അതിനുള്ള സമയം ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഇനി കുറച്ച് നാൾ കഴിഞ്ഞാൽ നമുക്ക് ഏജ് എല്ലാം ഓവർ ആവും, അപ്പൊ നമുക്കത് എക്സാം എഴുതാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ അപ്പോൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു ബെസ്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ മാക്സിമം നമ്മൾ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം ബാക്കി നമുക്ക് അതിനുശേഷം പിന്നെ നോക്കാല്ലേ. നമ്മൾ ഒരിക്കലും ട്രൈ ചെയ്യാതിരിക്കരുത്. അത് ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഡിപ്രസ്ഡ് ആവേണ്ട ഒരു കാര്യമില്ല. പലർക്കും പല ഒരു കാലിബറാണുള്ളത്. അപ്പൊ ചിലർക്ക് ആദ്യത്തെ ആദ്യത്തെ ഒരു ശ്രമത്തിൽ തന്നെ കിട്ടാം, ചിലർക്ക് കിട്ടാതിരിക്കാം. അപ്പൊ നമ്മൾ നമ്മുടെ മാക്സിമം നോക്കാം. നമുക്കറിയാം നമുക്ക് എത്രമാത്രം പഠിക്കാൻ സാധിക്കും അല്ലെ. നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നമ്മളെ വെച്ച് മാത്രം കമ്പയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു പീക്ക് ഉണ്ടല്ലോ, നമ്മളിപ്പോ നമ്മൾ ഒരുപാട് പഠിച്ച് +2 സയൻസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നവരാണ് നമ്മളല്ലേ. അപ്പൊ അതിലൊക്കെ നമ്മൾ അത്രയും അന്നത്തെ കാലത്ത് ആ ടൈമിൽ നമ്മൾ പഠിച്ചിരുന്ന അത്രയൊന്നും നമ്മൾ ഇപ്പൊ പഠിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മളൊരു മാക്സിമം നമുക്ക് എത്ര വരെ പഠിക്കാൻ പറ്റുമെന്ന്. അപ്പൊ അതിന്റെ മാക്സിമം നമ്മൾ കൊടുക്കാം. അപ്പോ നമുക്ക് DMLT ആണ് ക്വാളിഫിക്കേഷൻ. ഇപ്പൊ വിളിച്ചിരിക്കുന്നത് RRB ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 അതിൽ DMLT ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് നോട്ടിഫിക്കേഷന്റെ. ഓക്കെ, പാരാമെഡിക്കൽ എല്ലാ കോഴ്സിലോട്ടുള്ളതും ഒരുമിച്ച് ഇവിടെ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്രൂവ്ഡ് വാക്കൻസി ഓഫ് പാരാമെഡിക്കൽ കാറ്റഗറി നോട്ടിഫൈഡ് ഇൻ 2026. അതിൽ ലാബ് അസിസ്റ്റന്റില് 3 ആണ് പേ ലെവൽ വരുന്നത്. ഓക്കെ, വാക്കൻസി അപ്രൂവ്ഡ് വാക്കൻസി വരുന്നത് 31 ആണ്. ഓക്കെ, 31 ആണ്. MLT ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 പേ ലെവൽ എത്രയാണ്? 3 ആണ് അല്ലെ. വളരെ മോശമില്ലാത്തൊരു പേ ലെവൽ തന്നെയാണ്. വാക്കൻസി 31 വാക്കൻസീസ് ആണ് ഉള്ളത്. ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഇയർ വന്നിട്ട് 2026 ആണ്. ബാക്കി എല്ലാം ഉണ്ട്. ഇപ്പൊ ഒരു 9 പാരാമെഡിക്കൽ കാറ്റഗറീസിലോട്ടാണ് വിളിച്ചത്. ഏകദേശം ഒരു 600 അല്ലെ. മൊത്തം ഒരു 600 വാക്കൻസീസ് ആണ് ഇപ്പൊ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഡയാലിസിസ് ടെക്നീഷ്യൻ, ECG, ലാബ് അസിസ്റ്റന്റ്, നഴ്സിംഗ് സൂപ്പർനറ്റന്റ്, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ്, റേഡിയോഗ്രാഫർ, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, അതുപോലെ ഒപ്റ്റോമെട്രിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒരു 9 പാരാമെഡിക്കൽ കാറ്റഗറീസിലോട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ആണ്. പിന്നെ ഇതിൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് BSc MLT ഒന്നും പറയുന്നില്ല. DMLT ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അതാണ് ഇതൊരു പ്ലസ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. +2 കഴിഞ്ഞ DMLT കഴിഞ്ഞവർക്ക് എല്ലാവർക്കും ഇതിലോട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് നോക്കാം ഇതിന്റെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് നോക്കാം. ഇതൊരു ജസ്റ്റ് ഒരു ജോലി മാത്രമല്ല അല്ലെ, അട്രാക്റ്റീവ് സാലറി പാക്കേജ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് അല്ലെ. അപ്പൊ ഒരു അട്രാക്റ്റീവ് സാലറി പാക്കേജ് ആണ്. കോമ്പറ്റേറ്റീവ് സാലറി വിത്ത് റെഗുലർ ഇൻക്രിമെന്റ്സ്, അതുപോലെ പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ബോണസ് ഉണ്ടായിരിക്കും. ഫ്രീ അല്ലെങ്കിൽ കൺസെഷണൽ റെയിൽവേ പാസ്. അത് നമ്മളിപ്പോ എവിടേക്കെങ്കിലും യാത്ര ചെയ്യാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും അല്ലെ. അവിടെ ഫ്രീ കൺസെഷണൽ റെയിൽവേ പാസ് ആണ്. അതുപോലെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ഓക്കെ, അപ്പോൾ ഈ ചിൽഡ്രൻസ് 33,750 പെർ ചൈൽഡ് പെർ ഇയർ കൊടുക്കുന്നുണ്ട്. പിന്നെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ അപ്ലിക്കബിൾ ഫോർ മാക്സിമം 2 ചിൽഡ്രൻസ് ആണ്. പിന്നെ ഇവിടെ ഫോർ ഫാമിലി ആൻഡ് ഡിപ്പെൻഡൻസിന് ഫ്രീ കൺസെഷണൽ റെയിൽവേ പാസ് ആണ്. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആണുള്ളത്. പിന്നെ കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. ഫ്രീ ട്രീറ്റ്മെന്റ് അറ്റ് റെയിൽവേ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് യൂണിറ്റ്. അത് അക്രോസ് ഇന്ത്യ എവിടെ വേണമെങ്കിലും, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്താണെന്ന് പോലും പറയുന്നില്ല. ഓക്കെ, ഫ്രീ ട്രീറ്റ്മെന്റ് ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ട്. അതുപോലെ സ്റ്റഡി ലീവ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സപ്പോർട്ട് ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് സ്റ്റഡി ലീവ് ഫെസിലിറ്റീസ് ഓപ്പർച്യൂണിറ്റീസ് വരെ കൊടുക്കുന്നുണ്ട്. ഫ്രീ റെയിൽവേ ടൂർ വൺസ് ഇയർ ആണ്. എക്സ്പ്ലോർ ഇന്ത്യ വിത്ത് യുവർ ലവ്ഡ് വൺസ്. ഓക്കെ, അപ്പൊ ഇത്രയും അധികം ബെനിഫിറ്റ്സ് വേറെ ഏത് ജോലിക്കാണ് കിട്ടുക? വേറെ ഏത് ജോലിക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ റെയിൽവേ RRB അത്രയും ഒരുപാട് കാര്യങ്ങളാണ് അല്ലെ. ദ കാരിയർ ദാറ്റ് കെയർസ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഫാമിലി അല്ലെ. ഫ്രീ കൺസെഷൻ റെയിൽവേ പാസ്, അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഉണ്ട്. പിന്നെ അതുപോലെ കോംപ്രിഹെൻസീവ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റഡി ലീവ് ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ഒരുപാട്
കെയർ ആണ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അല്ലെ. അപ്പൊ ഇത് ആരും മിസ്സാക്കരുത്. അത്രയും വലിയൊരു അവസരമാണ് നിങ്ങളെ തേടി വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതാരും മിസ്സാക്കരുത്. ഇവിടെ സബ്ജക്ട് വരുമ്പോൾ പ്രൊഫഷണൽ എബിലിറ്റി, പിന്നെ ജനറൽ അവയർനെസ്, ജനറൽ അരിത്തമെറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ് ഒക്കെയാണ്. നോർമലി PSC പോലെ നമ്മൾ സബ്ജക്ട് മാത്രമല്ല ചോദിക്കുക. ഇവിടെ ഒരു 70 മാർക്കിന് നമ്മുടെ പ്രൊഫഷൻ, അതായത് MLT റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് എന്നായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുള്ള ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പാത്തോളജി ആ ഒരു ഏരിയ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. അതിൽ ഹിസ്റ്റോ ടെക്നോളജി അല്ലെ, സൈറ്റോളജി പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ആ ഒരു ഏരിയ. മൈക്രോബയോളജി ആണെങ്കിൽ ബാക്ടീരിയോളജി, ബയോകെമിസ്ട്രി ആണെങ്കിൽ ഇമ്മ്യൂണോളജി, മോളിക്കുലർ ബയോളജി ആ ഒരു ഏരിയയിലായിരിക്കും 70 മാർക്ക്. പിന്നെ ജനറൽ അവയർനെസ് ആണ് 10 മാർക്ക്. പിന്നെ അതുപോലെ ജനറൽ അരിത്തമെറ്റിക്, അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അതിനും 10 മാർക്കാണ്. അപ്പൊ മൊത്തം 100 മാർക്കില് 70 മാർക്ക് സബ്ജക്ട് റിലേറ്റഡ് ആണ്. MLT സബ്ജക്ട്സ് ആണ്. നോൺ MLTക്ക് 30 മാർക്കാണ്. അപ്പൊ ഈ 30 മാർക്കല്ലേ നോൺ MLTക്ക്, അത് കുഴപ്പമില്ല, അങ്ങനെ ആരും വിചാരിക്കരുത്. ഓക്കെ, നിങ്ങൾ MLTക്ക് കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ നോൺ MLT സബ്ജക്ട്സിനും കൊടുക്കണം. ഈ ഒരു 30 മാർക്ക് കൊണ്ട് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരാതെ പോവരുത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജനറൽ സബ്ജക്ട്സിന് നമ്മൾ MLT കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെ ഒന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 സാലറി നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു പേ ലെവൽ 3 ആണ് അല്ലെ, ലെവൽ 3 ആണ്. ഒരു 21,000 ആണ് അപ്രോക്സിമേറ്റ് ഇൻ ഹാൻഡ് വരുന്നത്. ബേസിക് പേ ആണ് ഈ 21,700 വരുന്നത്. പിന്നെ 32,000 നമുക്ക് ഇൻ ഹാൻഡ് ആയിട്ട് കിട്ടും. പിന്നെ അലവൻസ് ആൻഡ് ബെനിഫിറ്റ്സ് നോക്കുകയാണെങ്കിൽ DA ഉണ്ട്, അതുപോലെ ഹൗസ് റെന്റ് അലവൻസ് HRA ഉണ്ട്, പിന്നെ അതുപോലെ TA ട്രാൻസ്പോർട്ട് അലവൻസ് ഉണ്ട്, പിന്നെ അതർ ബെനിഫിറ്റ്സ് റെയിൽവേ, മെഡിക്കൽ ഫെസിലിറ്റീസ്, NPS ആൻഡ് എംപ്ലോയി ബെനിഫിറ്റ്സ്. ഓക്കെ, അങ്ങനെ എല്ലാം ഒരുവിധം എല്ലാ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇതെല്ലാം ജസ്റ്റ് ആ ബേസിക് പേ ആൻഡ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ്. ബേസിക് പേ വരുന്നത് 21 ആണ്. DA വരുന്നത് 8,250. ദെൻ ഹൗസ് റെന്റ് അലവൻസ് അത് 4,450. ദെൻ ട്രാൻസ്പോർട്ട് അലവൻസ് 2,000 ആണ്. ദെൻ അതർ അലവൻസ് 1,350. ദെൻ ടോട്ടൽ ഒരു 37,750 ഓളം നമ്മളെ ഇൻ ഹാൻഡ് വരും. അതിൽ ഡിഡക്ഷൻസ് ഉണ്ട്, PF ഉണ്ട്, NPS കോൺട്രിബ്യൂഷൻ, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ്, അതർ ഡിഡക്ഷൻ, അങ്ങനെ എല്ലാം കുറച്ചൊരു 5,000 ഇതിന് കുറയും. എന്നാലും 37,000 മൊത്തം വരിക. പക്ഷെ അതിന് ഒരു 5,000 ഒക്കെ കുറച്ചാലും നമുക്കൊരു 32 അറൗണ്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. അത് വളരെ കുറച്ചല്ല അല്ലെ. അത് മാത്രമല്ല 32,000 അപ്പുറത്തേക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കൂടി ഉണ്ട്. അതാണ് നമുക്കൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയാം. ഇനി സ്റ്റഡി പ്ലാൻ നമുക്ക് നോക്കുകയാണെങ്കിൽ കോംപ്രഹെൻസീവ് തിയറി ക്ലാസ്സസ് ആണ് നമ്മൾ എഡ്യൂസ് അക്കാദമി നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം കവറിങ് ഓൾ MLT ആൻഡ് നോൺ MLT സബ്ജക്ട്സ്. അല്ലെ, MLTയിൽ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മൈക്രോബയോളജി, പാത്തോളജി, ബയോകെമിസ്ട്രി എല്ലാം വരുന്നുണ്ട്. അതിൽ തന്നെ ഹിസ്റ്റോ ടെക്നോളജി, ഹെമറ്റോളജി, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ്, മൈക്രോബയോളജിയിലാണെങ്കിൽ ബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, ബയോകെമിസ്ട്രിയിലാണെങ്കിൽ ഒരുപാട് സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ, ബയോകെമിക്കൽ ആ ഒരു ഏരിയാസ് അങ്ങനെ എല്ലാം നമ്മൾ കവർ ചെയ്യും. അതുപോലെ യൂണിറ്റ് ടെസ്റ്റ്, റെഗുലർ ടെസ്റ്റ് ടു അസസ് യുവർ പ്രിപ്പറേഷൻ ആൻഡ് പ്രോഗ്രസ്. നമ്മൾ ഓരോ ആഴ്ച Monday to Saturday അല്ലെങ്കിൽ Monday to Friday ആയിരിക്കും നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുക. ആ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ Sunday ഒരു വീക്ക്ലി ടെസ്റ്റ് ഉണ്ടാവും. വീക്ക്ലി ടെസ്റ്റിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ Monday ഗ്രൂപ്പുകളിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മന്ത്ലി ടെസ്റ്റ് ഉണ്ട്. നമ്മൾ വീക്ക്ലി ടെസ്റ്റ് കൂടാതെ ഓരോ ഇൻഡിവിജ്വൽ ടോപ്പിക്, ഇപ്പൊ നമ്മൾ MLT പറഞ്ഞു, നോൺ MLT പറഞ്ഞു, ആ ഓരോ ടോപ്പിക്കിന്റെയും കീഴെ ആ ടോപ്പിക്കിന്റെ ഷുവർ ഷോർട്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ടെസ്റ്റ് പേപ്പറും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ട്രാക്കിലോട്ട് നമ്മൾ കൊണ്ടുവരും. ഓക്കെ, RRB പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ടു അണ്ടർസ്റ്റാൻഡ് എക്സാം പാറ്റേൺ ആൻഡ് ലെവൽ. നമുക്ക് ഒരു എക്സാം പാറ്റേൺ അറിഞ്ഞിരിക്കണം അല്ലെ. നമ്മൾ നോർമലി എക്സാമിന് വരുന്ന പോലെ എസ്സേയോ ഷോർട്ട് എസ്സേയോ അങ്ങനെയൊന്നല്ല. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെ, സ്റ്റേറ്റ്മെന്റ് വൈസ് ആണോ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അല്ലെ, ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതും ഡിഫറെന്റ് വെറൈറ്റി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ലെവൽ എല്ലാം അറിയാനായിട്ട് നമ്മൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് നല്ലൊരു ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അല്ലെ. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പാരഗ്രാഫ് വന്നത് പിന്നെ ഒരു വായിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ആ ക്വസ്റ്റ്യൻ കാണുന്നത്, നമ്മൾ ആകെ പാനിക് ആവും അല്ലെ. നമ്മൾ വെറുതെ MCQ മാത്രം പ്രാക്ടീസ് ചെയ്ത് പോകുമ്പോൾ അയ്യോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലല്ലോ ഞാൻ പഠിച്ചത്, അങ്ങനെ ഒരു ടെൻഷൻ പാനിക് ഒക്കെ നമുക്ക് വരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയാലാണ് നമുക്ക് ആ ഒരു പേടിയെല്ലാം മാറി ആ ഒരു മോഡ് ഓഫ് ക്വസ്റ്റ്യൻ പാറ്റേൺ ലെവൽ എല്ലാം നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ദെൻ പീരിയോഡിക് റിവിഷൻ, ടൈംലി റിവിഷൻ ടു സ്ട്രെങ്തൻ കോൺസെപ്റ്റ് ആൻഡ് ഇംപ്രൂവ് റിട്ടൻഷൻ. നമ്മൾ പഠിക്കുക എന്നതല്ല, പഠിച്ചതിന്റെ അപ്പുറത്തേക്ക് ആ പഠിച്ചത് ഓർമ്മ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മളെല്ലാം പഠിച്ച് അല്ലെങ്കിൽ DMLT കഴിഞ്ഞ് അല്ലെങ്കിൽ BSc MLT കഴിഞ്ഞ് MSc MLT കഴിഞ്ഞ് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ പഠിച്ച കാര്യം
ഓർമ്മ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമ്മൾ ഇപ്പോൾ സിലബസ് തുടങ്ങി ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ക്ലാസ് തുടങ്ങി സിലബസ് എല്ലാം കവർ ചെയ്ത് പോവാണ്. ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഒരു 5 ദിവസം കഴിഞ്ഞ് ആദ്യം പഠിച്ചത് ഓർമ്മ നിൽക്കുന്നുണ്ടോ? അതിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ക്ലാസ് ജസ്റ്റ് കവർ ചെയ്താൽ പോയാൽ ഒറ്റ തവണ കവർ ചെയ്ത് പോയാൽ മാത്രം പോരാ, നമ്മളത് റിവിഷൻ ചെയ്യണം അല്ലെ. പീരിയോഡിക് റിവിഷൻ മസ്റ്റ് ആണ്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഡിസ്കഷൻ, ഇന്ററാക്റ്റീവ് സെക്ഷൻ ടു ക്ലിയർ ഡൗട്ട് ആൻഡ് ബിൽഡ് കോൺഫിഡൻസ്. അപ്പൊ നമുക്കൊരു ലൈവ് സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കറിയാം നമ്മളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് അല്ലെ, നമ്മൾ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാം. നമ്മൾ ഓഫ്ലൈൻ ഒരു പ്ലാറ്റ്ഫോം അല്ല. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ നമുക്കൊരു ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫാക്കൽറ്റി ആയിട്ട് സ്റ്റുഡൻസുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം, നിങ്ങളെ ടെൻഷൻസ് ഒക്കെ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം പ്രിപ്പയർ നോട്ട്സ് ആണ്. മേക്ക് യുവർ ഓൺ നോട്ട്സ് ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ നോട്ട്സ് തരുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ നിങ്ങളുടേതായ ഒരു നോട്ട്, അപ്പൊ ഇന്ന് മൺഡേ ഡേറ്റ് ഇട്ടു, ഇന്നത്തെ ദിവസം ഇന്ന് ഇതാണ് ക്ലാസ് എടുത്തത് അല്ലെ, ആ ടോപ്പിക് എഴുതുക, കവർ ചെയ്ത് ടിക്കറ്റ് പോവാം. ആ ടോപ്പിക്കിന്റെ ഷുവർ ഷോർട്സ് കവർ ചെയ്താൽ ടിക്ക് ഇടുക. ആ ടോപ്പിക്കിന്റെ ടെസ്റ്റ് പേപ്പർ ഞാൻ അറ്റൻഡ് ചെയ്തു, ഓക്കെ, ടിക്ക് ഇടുക. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ ഒരു നോട്ട്സ്, ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരുപാട് ന്യൂമോണിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ നിങ്ങൾക്ക് അതെല്ലാം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വേറെ രീതിക്ക് നിങ്ങൾക്ക് ചിന്തിച്ച് നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് വേ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാനൊക്കെ പറ്റും അല്ലെ. അപ്പൊ ഞാൻ പറയുന്ന ന്യൂമോണിക്സ് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണമെന്നല്ല. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ രീതിക്ക് ഒരു ഷോർട്ട് നോട്ട്സ് ആക്കി വെക്കാം, സ്റ്റിക്കി നോട്ട് ആക്കി വെക്കാം, ഹൈലൈറ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം, സ്റ്റാർ ഇട്ട് വെക്കാം അല്ലെ. പല രീതിക്ക് നമുക്ക് അതിനെ അട്രാക്റ്റീവ് ആക്കാം. ദെൻ ഹൈലൈറ്റ് കീ പോയിന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എല്ലാം ഒരു പാരഗ്രാഫ് മൊത്തം പഠിച്ചാൽ അത് മൊത്തം നമ്മൾ ഓർത്തിരിക്കുക അങ്ങനെയല്ല. അതിൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം ഒന്ന് സോർട്ട് ചെയ്യുക, നോട്ട് ചെയ്യുക. നമ്മൾ ഷുവർ ഷോർട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ആ ഷുവർ ഷോർട്സ് നിങ്ങൾക്ക് ഒരു നോട്ട്ബുക്കിലോട്ട് എഴുതാം, അത് വായിച്ച് പഠിക്കാം അല്ലെങ്കിൽ എഴുതി പഠിക്കാം. വീണ്ടും ഓർത്തിരിക്കാൻ വേണ്ടി സ്റ്റിക്കി നോട്ടൊക്കെ ആയിട്ട് വെക്കാം. യൂസ് കളർ പെൻസ്, ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. നമ്മളെ ഒരു ഫുൾ പാരഗ്രാഫ് ഫുൾ ബ്ലാക്ക് ലെറ്ററിൽ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു വിരസത തോന്നും അല്ലെ. അപ്പൊ നമ്മൾ കളർ പെന്നൊക്കെ യൂസ് ചെയ്യാം. ഹെഡിങ് ഒരു റെഡ് കൊണ്ടാണെങ്കിൽ അതിന്റെ അണ്ടർലൈൻ ഗ്രീൻ അല്ലെ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ബുക്കിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ വിഷൻ അങ്ങോട്ട് പോകും അല്ലെ. ദെൻ മേക്ക് ഷോർട്ട് നോട്ട്സ്. നമ്മൾ സിമ്പിൾ ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മളിപ്പോൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ ആക്കി വെക്കാം. ഇപ്പൊ നമ്മൾ ഹിസ്റ്ററി ഓഫ് മൈക്രോബയോളജി എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ആന്റണി വാൻ ലിവൻഹോക്ക് മൈക്രോസ്കോപ്പി, ലൂയിസ് പാസ്റ്റർ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ലൂയിസ് പാസ്റ്റർ ജേം തിയറി, അങ്ങനെ ജസ്റ്റ് കീവേഡ്സ് ഒക്കെ ആയിട്ട് വെക്കുക. അല്ലാണ്ട് ലൂയിസ് പാസ്റ്റർ ജേം തിയറി കണ്ടുപിടിച്ചു, സ്പോണ്ടേനിയസ് ജനറേഷൻ ഡിസ്പ്രൂവ് ചെയ്തു, അങ്ങനെ ഫുള്ള് ചെയ്ത് വെക്കണം എന്നില്ല. ജസ്റ്റ് കുഞ്ഞു ഷോർട്ട് നോട്ട് ആക്കിയിട്ട് വെക്കാം. പ്രിപ്പയർ സമ്മറൈസ് ദ ടോപ്പിക് ഫോർ ക്വിക്ക് റിവിഷൻ. നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് സമ്മറൈസ് ചെയ്യുക. അത് മൊത്തം ഇങ്ങനെയാണ് തുടങ്ങിയത്, ഇവിടെ തുടങ്ങി ഇവിടെ എത്തി, അപ്പൊ ഇങ്ങനെ സമ്മറൈസ് ചെയ്യുക, അത് റിവൈസ് ചെയ്യുക. ക്രിയേറ്റ് മൈൻഡ് മാപ്പ് ആൻഡ് ചാർട്ട്. വിഷ്വലൈസ് ടോപ്പിക് ഫോർ ബെറ്റർ റീകോൾ ആൻഡ് കണക്ഷൻ. നമ്മൾ ചുമ്മാ ഇങ്ങനെ പഠിച്ചു പോവല്ല, അതിന്റെ വർക്ക് പ്ലാൻസ് ഒക്കെ ഷോർട്ട് ഷോർട്സ് ഒക്കെ വായിക്കുക, പ്രാക്ടീസ് ക്വസ്റ്റൻ ഒക്കെ ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക. നമ്മുടെ മൈൻഡിലോട്ട് അത് എപ്പോഴും ഫിൽ ചെയ്ത് വെക്കാം. ദെൻ റെഗുലർ റിവിഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, പഠിക്കാന്ന് മാത്രമല്ല. ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നിങ്ങൾ പഠിച്ചു, പക്ഷെ വെള്ളിയാഴ്ച എടുത്ത് നോക്കിയപ്പോൾ മൺഡേയിലത്തെ ഓർമ്മയില്ല. പക്ഷെ അതിൽ കാര്യമില്ല അല്ലെ. അപ്പൊ നമ്മൾ ഫുൾ റിവിഷൻ ചെയ്യുക. ഒരു ശനിയാഴ്ച ഇരുന്നിട്ട് മൺഡേ ടു ഫ്രൈഡേ പഠിച്ചത് ചിലപ്പോൾ നിങ്ങൾ അന്ന് തന്നെ പഠിക്കണ്ടാവും. തിങ്കളാഴ്ച പഠിക്കുന്നു, ചൊവ്വാഴ്ച പഠിക്കുന്നു. പക്ഷെ ചൊവ്വാഴ്ച എടുത്ത് നോക്കുക, എന്ത് മൺഡേയിലെ തിങ്കളാഴ്ചത്തെ ഓർമ്മയുണ്ടോ എന്നൊന്ന് നോക്കുക. ഓക്കെ. സെൽഫ് അസസ്മെന്റ്, ഇവാലുവേറ്റ് യുവർ പെർഫോമൻസ് ആൻഡ് ഇംപ്രൂവ് കണ്ടിന്യൂസ്ലി. നമ്മൾ എഡ്യൂസ് അക്കാദമിയിൽ നമ്മൾ നിങ്ങൾക്കായിട്ട് ടെസ്റ്റ് പേപ്പറൊക്കെ ഒരുപാട് ടെസ്റ്റ് പേപ്പറും വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റ് എല്ലാം സെൽഫ് റിവിഷൻ ടെസ്റ്റും മൊഡ്യൂൾ ടെസ്റ്റ് എല്ലാം യൂണിറ്റ് ടെസ്റ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം അൺലിമിറ്റഡ് ടൈം ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്കിപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 10 ക്വസ്റ്റൻ ആണെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾക്ക് തരുള്ളൂ. കാരണം ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ജസ്റ്റ് 2 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ ആൻസറിലോട്ട് എത്തണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് പേപ്പറിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താൻ പറ്റും അല്ലെ. ഇപ്പൊ ഞാൻ ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് പ്രാക്ടീസ് ക്വസ്റ്റൻ ഇങ്ങനെ PDF വായിച്ചു പോവാ, എനിക്ക് വേണ്ട, എനിക്ക് സമയമില്ല. ഇപ്പൊ ഈ 10 ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് 5 മിനിറ്റ് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ 30 ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമ്മൾ 25 മിനിറ്റ് അതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. 25 മിനിറ്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ല, ഞാൻ ആ PDF ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. അങ്ങനെയല്ല, നമ്മൾ ആ ടെസ്റ്റ് പേപ്പർ ഇപ്പോൾ ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു 90 മിനിറ്റ് അല്ലെ 90-95 മിനിറ്റ് അതിന് വേണ്ടിയിട്ട് നമ്മളെ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ എത്രമാത്രം പഠിച്ചു. ഇപ്പൊ ഇത് വായിക്കുമ്പോൾ PDF നമ്മളിങ്ങനെ ചുമ്മാ വായിച്ചു പോകുമ്പോൾ അതിന്റെ അടിയിൽ തന്നെ ആൻസർ ഉണ്ടാവും. നമുക്ക് മനസ്സിലാവില്ല, ഞാൻ പഠിച്ചതാണോ അല്ലെങ്കിൽ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നതാണോ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് പറയുന്നതാണോ ഒന്നും അറിയില്ല. സെൽഫ് ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യും. 10 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മുടെ 8 മാർക്കാണോ 7 മാർക്കാണോ 9 മാർക്കാണോ 10 മാർക്കാണോ ലാസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് എനിക്ക് അറിയാം, ഞാൻ കാണാതെ ഇതെല്ലാം ആൻസർ ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ. അപ്പോ ഇത്രയേ ഉള്ളൂ. അപ്പോ നിങ്ങൾ എല്ലാവരും നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊന്നും അപ്ലൈ ചെയ്യുക.
എഡ്യൂസ് അക്കാദമിയിലോട്ട് തന്നെ ജോയിൻ ചെയ്യുക, പഠിച്ചു തുടങ്ങുക. നമുക്കിനി അധികം സമയമില്ല, ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു നല്ല സമയമാണ് അല്ലെ. അപ്പൊ അതിന്റെ മാക്സിമം നമ്മൾ കൊടുക്കുക, നമ്മൾ ട്രൈ ചെയ്യാതിരിക്കരുത്, മാക്സിമം ട്രൈ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.